ഓട്ടം ചാട്ടലും കളിയും ചിരിയും ഒന്നായി പൊട്ടിപ്പോയി. ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നപ്പോ ഈ കുഞ്ഞിന് അങ്ങനത്തെ ഒരു പ്രകൃതിയല്ല. കുഞ്ഞിന്റെ കോലം തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ പറയുന്ന കുഞ്ഞിന് ഒരുമാതിരി വെപ്രാളം. ഒരു കല്യാണം ഉണ്ടായിരുന്നു ജൂൺ 20 വെളിച്ചത്തി പ്രതി ഈ കുഞ്ഞ് ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഈ കുഞ്ഞ് എന്തായാലും ഈ പീഡനത്തിന് ഇരയായ കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വന്നാലും ഈ പ്രതിയെ മുമ്പിൽ കൊണ്ടുവരണം. ഈ നിങ്ങളെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പോലീസ് സ്റ്റേഷനിലും ഇവിടുത്തെ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ദേഷ്യപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ ഇമോഷൻ നമുക്ക് മനസ്സിലാവുന്ന അതിന് പരാതിക്കാരി ഉമ്മയാണ്. അപ്പൊ ഉമ്മയാണ് പരാതി തരേണ്ടത്. അങ്ങനെ ഉമ്മ വെളിയിൽ ഇറങ്ങിയ ഉമ്മാനെ 2ാമത് വിളിച്ചിട്ടാണ് ഈ കേസ് ഇവരെ ഫയൽ ചെയ്യുന്നത്. എല്ലാം ചോദിച്ചതിന് ശേഷം പിന്നെ കേസ് ഫയൽ ചെയ്തു. പിന്നെ അന്ന് തന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ട് ആ ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുന്നു കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട്. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കുട്ടി. ഹായ് ഫ്രണ്ട്സ്, 11 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നു മോളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു 4 പേര് ചേർന്ന്. ഇത് കോഴിക്കോടാണ് സംഭവം. കുട്ടി പഠിക്കുന്ന സ്കൂളും മദ്രസയും തൊട്ടടുത്താണ്. അപ്പോൾ രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു ഇടവഴിയിൽ വെച്ച് ആരുമില്ലാത്തൊരു സമയത്ത് ഒരു കറുത്ത താറ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫാത്തിമ എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതി ആ വണ്ടി വന്ന് അതിൻ്റെ അടുത്ത് നിൽക്കുകയും കുട്ടി ആദ്യം ഭീഷണിപ്പെടുത്തി. അതിനുശേഷം കത്തി കാണിച്ച് കുട്ടി ആ വണ്ടിയിലേക്ക് ബലമായി പിടിച്ചിടുകയും 4 പേരുണ്ടായിരുന്നു. ബലമായി പിടിച്ചിടുകയും ക്രൂരമായി കുട്ടിയെ പീഡിപ്പിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള ആ ഒരു കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അത് ആരോടും പറഞ്ഞില്ല കുട്ടി. പക്ഷേ വീട്ടുകാർക്ക് ഒരു സംശയം തോന്നി. കാരണം കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു. വീട്ടിൽ വന്നാൽ ഒരു സമയം പോലും വെറുതെ ഇരിക്കില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു കുട്ടി ഭയങ്കര സൈലന്റ് ആവുന്നു, മാനസികമായി പല ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നി. ചോദിച്ചെങ്കിലും കുട്ടിയൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അവർക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അതിന് പോകുന്നു. ആ പോയി വരുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടിയിൽ കുറേ മാറ്റങ്ങൾ, അതായത് കുട്ടി വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ ഇവർക്ക് സംശയം തോന്നി. എന്തോ കുട്ടിക്ക് കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നിവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ കുട്ടിയുടെ സഹോദരി ആ കുട്ടിയുടെ അടുത്ത് എല്ലാം ചോദിക്കുമ്പോഴാണ് സത്യങ്ങളെല്ലാം പുറത്ത് പറയുന്നത്. ഇങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിയിൽ വെച്ച് ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു. അങ്ങനെ ആ ഒരു സിസ്റ്റർ അവർ സഹോദരി എല്ലാം ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ ബേക്കൽ പോലീസിൽ പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR എല്ലാം ഇട്ടു. അങ്ങനെ കുട്ടിയെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് വളരെ ക്രൂരമായി തന്നെ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് എഴുതി. ഇപ്പോൾ അതിന് കേസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടി പറയുന്നത് കുട്ടിക്ക് പെട്ടെന്ന് തടുക്കാനോ അല്ലെങ്കിൽ ഭയന്ന് പോയിട്ടുണ്ടാവും. 4 പേരുണ്ട്. പെട്ടെന്ന് അടുത്ത് തന്നെ വണ്ടി കൊണ്ട് നിർത്തി 4 പേര് കൂടി ഇങ്ങനെ വരുമ്പോൾ കത്തിയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെ എതിർത്ത് ഓടാനൊന്നും കഴിഞ്ഞിട്ടുണ്ടല്ലോ. പേടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ആളെ തിരിച്ചറിയാനായിട്ട് അവര് മുഖത്തൊരു കർച്ചീഫ്, ഒരു ടവൽ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു മുഖത്ത്. അങ്ങനെ കുട്ടി പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് പോലീസ് 2 പേര് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കുട്ടി പറഞ്ഞതുപോലെ തന്നെ അവരുടെ മുഖത്ത് ഇങ്ങനെ ടവൽ കൊണ്ട് കെട്ടി കാണിച്ചപ്പോൾ കുട്ടി ആളെ ഐഡന്റിഫൈ ചെയ്തു. ആള് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. എന്താണെങ്കിലും കുറച്ചും കൂടി മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ പുറത്ത് കാര്യങ്ങളൊക്കെ വിടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ആ കുഞ്ഞിന് നീതി കിട്ടട്ടെ. കാരണം അതിൻ്റെ വീട്ടുകാരെന്തായാലും കംപ്ലൈൻറ്റ് കൊടുത്തു. ഭയന്നിരുന്നില്ല. കാരണം തെറ്റ് ചെയ്ത ആളെ പുറത്ത് കൊണ്ടുവരണം, അതാരാണെങ്കിലും. കാരണം 6 വയസ്സുള്ള ഒരു കുട്ടി മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത നരഭോജികളെന്നേ പറയാൻ പറ്റും. മനുഷ്യരുടെ ഗണത്തിൽ അവരെ കൂട്ടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായാലും നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അതുമാത്രമല്ല, ഒരു കാര്യം ഉണ്ടായത്, ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ട് കുട്ടിയുടെ ശരീരത്തിലൊക്കെ പാടുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ചോദിച്ചു, നമ്മൾ കുട്ടികളിലൊക്കെ മുറിവുകൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ബസ്സിൽ നിന്ന് വീണ്ടുണ്ടായ മുറിവുകളാണെന്നാണ്. കാരണം വീട്ടിൽ പറയാൻ പേടി. അപ്പം എന്തുകൊണ്ടാണ് മോൾക്ക് പേടി എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ആ 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊബൈൽ ഇതെടുത്തിട്ടുണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് വീട്ടിൽ പറയാതിരുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. കാരണം അത് പെൺകുഞ്ഞാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം. മൊബൈലിലൊക്കെ എല്ലാവരും പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഒരു 1000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആരോടും പറയരുതെന്ന്. ആ ഒരു കാര്യത്തിൽ ആ കുട്ടി ആ പൈസ കയ്യിൽ കൊടുത്തു. ആ പൈസ ചുരുട്ടി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു എന്നാണ് കുഞ്ഞ് പറയുന്നത്. എന്നിട്ട് ഓടിപ്പോയി. കുഞ്ഞ് ഓടുമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇയാൾക്ക് 1000 രൂപയുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ വഴിയിൽ കൂടി പോകുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ബലമായി ക്രൂരമായി കത്തി കാണിച്ച് പിടിച്ച് വെച്ച് ചെയ്ത ഈ ഒരു ദുഷ്ടനെ
പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറുതെ വിടാൻ പാടില്ല. നിയമപരമായി നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം വെറുതെ ജയിലിട്ട് അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. എന്ത് ശിക്ഷയാണെങ്കിലും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഒരു കുഞ്ഞിൻ്റെ അടുത്ത്, ഒരു പ്രായപൂർത്തിയാവാത്തൊരു കുഞ്ഞിൻ്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു കത്തി ഉണ്ടെങ്കിൽ ഇപ്പം എന്തും ആവാം. ഇടവഴിയിൽ ആളില്ലാത്തൊരു സ്ഥലത്ത് ഇപ്പം കുട്ടികൾക്കൊന്നും പോകാൻ പാടില്ല. ട്യൂഷന് പോകാനോ അല്ലെങ്കിൽ മദ്രസയിലോ സ്കൂളിലോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോഴിക്കോടാണ്. ബേക്കൽ പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കോഴിക്കോടത്തെ സംഭവമാക്കി മാത്രം നിങ്ങൾ ആരും കാണണ്ട. ഇത് നാളെ മറ്റെവിടെയെങ്കിലുമൊക്കെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാവരും തന്നെ പ്രത്യേകം, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കണം. നടപടി എടുത്തേ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളാണ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്കൂളിൽ പോയി വന്നാൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. അതുപോലെ എന്തെങ്കിലും ദേഹത്ത് വല്ല മുറിവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കുട്ടി എപ്പോഴും പറഞ്ഞത് ബസ്സിൽ നിന്ന് വീണു എന്നാണ്. ആ വീട്ടുകാരത് വിശ്വസിച്ചു. പക്ഷെ കുട്ടിയിലുണ്ടായ ഒരു സൈലന്റ്, അതായത് ആക്റ്റീവായിരുന്ന കുട്ടി പെട്ടെന്ന് ആക്റ്റീവ് അല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്ക് സംശയം തോന്നിയത്. അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിൽ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കുക. എന്താണ് നമ്മളോടെല്ലാം തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് 2 ആഴ്ച അത് ആരോടും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സത്യങ്ങളെല്ലാം പുറത്തു വരുന്നതും ഈ ഒരു കേസ് ഇപ്പോൾ FIR ചെയ്തതും. അതുമാത്രമല്ല കേസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ആളുകളെ പിടിക്കാനുണ്ട്. ഈ പിടിച്ച ആളെ തന്നെ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടി പറഞ്ഞിട്ടുണ്ട് ആൾ തന്നെയാണെന്ന്. എന്നാലും ഇനിയും മറ്റു രേഖകളും ഉണ്ടെങ്കിൽ മാത്രമാണ് പോലീസിന് കേസെടുക്കാനും എല്ലാം പ്രതിയുടെ കാര്യങ്ങളെല്ലാം പുറത്തു വിടാനും കഴിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു പോലീസും ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ കേസ് അന്വേഷിക്കട്ടെ. ഉദ്യോഗസ്ഥർക്ക് പ്രതികളെല്ലാവരെയും പിടിക്കാൻ കഴിയട്ടെ. അതിൽ കുട്ടി പറഞ്ഞ പോലെ ആ വണ്ടിയുടെ ഒരു പേര് ഫാത്തിമ എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. കറുത്ത ധാറിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ബേക്കൽ പോലീസിൽ കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വണ്ടികളോ അല്ലെങ്കിൽ പോലീസ് എന്തായാലും പിടിക്കും. കാരണം ആ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ റൂട്ടിൽ പോയ വണ്ടി CCTV കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് എന്തായാലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. എന്നിരുന്നാലും കുഞ്ഞു മക്കളെ 6ാം ക്ലാസ്സിലാണ്, ഒറ്റയ്ക്ക് പോകുമെന്നൊന്നും ഓർത്തിട്ട് ആരും വിടണ്ട. നിങ്ങൾ മാക്സിമം, കാരണം നമ്മുടെ നാട് സുരക്ഷിതമല്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. വേറെ ഒന്നും എനിക്കിതിലൊന്നും പറയാനില്ല. കാരണം കൂടുതൽ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്താലും ഒന്നില്ലെങ്കിൽ ഇവരുടെ പണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമായ പിടിപാടുണ്ടാവും, മറ്റെന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്കറിയാം നിസ്സാരമായി ഒന്നുകിൽ കേസ് ഒത്തുതീർപ്പിലാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ അത്ര വലിയ ശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ മക്കളെ ശ്രദ്ധിക്കുക എന്നല്ലാതെ എനിക്കിത് കേട്ടപ്പോൾ എല്ലാവരോടും പറയണമെന്ന് തോന്നി. കാരണം നമ്മൾക്ക് എല്ലാവർക്കും മക്കളുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മക്കൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ കാസർഗോഡുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കണം. കാരണം ഒരു മക്കൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. Thank you so much.